السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائز نبي الله. أما بعد، قال رسول الله صلى الله عليه وسلم في الحديث القدسي: يقول الله عز وجل: إن من عبادي من لا يصلح إيمانه إلا الفقر، وإن بسطت عليه أفسده ذلك، وإن من عبادي من لا يصلح إيمانه إلا الغنى، ولو أفقرته لأفسده ذلك، وإن من عبادي من لا يصلح إيمانه إلا الصحة، ولو أسقمته لأفسده ذلك، وإن من عبادي من لا يصلح إيمانه إلا السقم، ولو أصححته لأفسده ذلك، وإن من عبادي من يطلب بابا من العبادة فأكفه عنه لكي لا يدخله العجب. إني أدبر أمر عبادي بعلمي بما في قلوبهم إنه عليم خبير. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നു. അല്ലാഹുവിനെ തൊട്ട് പറയുന്ന ഖുദ്സിയായ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അല്ലാഹു പറയുന്നു: ഇന്ന മിൻ ഇബാദി മൻ ലാ യുസ്ലിഹു ഈമാനഹു ഇല്ലൽ ഫഖർ. എൻ്റെ അടിമകളിൽ ചിലരുണ്ട്, ദാരിദ്ര്യം മാത്രമാണ് അവരുടെ ഈമാനിനെ ശരിപ്പെടുത്തുന്നത്. വഇൻ ബസത്തു അലൈഹി അഫ്സദഹു ദാലിക്. അവർക്കെങ്ങാനും സാമ്പത്തിക പുരോഗതി വന്നാൽ അവർ പിഴച്ചു പോകും, അവർ ഫസാദിലാകും, അതവരെ ഫസാദിലാക്കും. വഇന്ന മിൻ ഇബാദി മൻ ലാ യുസ്ലിഹു ഈമാനഹു ഇല്ലൽ ഗിന. എന്നാൽ ചിലരുടെ വിശ്വാസം നന്നാക്കുന്നത് സാമ്പത്തിക ഐശ്വര്യമാണ്, സാമ്പത്തിക പുരോഗതിയാണ്. വലൗ അഫ്ഖർതുഹു ലഅഫ്സദഹു ദാലിക. അവരെങ്ങാനും ഞാൻ ദരിദ്രനാക്കിയാൽ അവനെ കുഴപ്പത്തിലാക്കും, ഫസാദിലാക്കും. വഇന്ന മിൻ ഇബാദി മൻ ലാ യുസ്ലിഹു ഈമാനഹു ഇല്ല സിഹത്തു. എൻ്റെ അടിമകളിൽ ചിലരുണ്ട്, അവരുടെ ഈമാനിനെ ശരിപ്പെടുത്തുന്നത് ആരോഗ്യമാണ്. വലോ അസ്ഖംതുഹു ലഅഫ്സദഹു ദാലിക്. അവരെ ഞാൻ രോഗിയാക്കിയാൽ അതവർക്ക് പ്രശ്നമാകും, അവരെ കുഴപ്പത്തിലാക്കും. വഇന്ന മിൻ ഇബാദി മൻ ലാ യുസ്ലിഹു ഈമാനഹു ഇല്ല സഖം. എന്നാൽ എൻ്റെ അടിമകളിൽ ചിലരുണ്ട്, അവരുടെ ഈമാനിനെ ശരിപ്പെടുത്തുന്നത്, ശരിയാക്കുന്നത് രോഗമാണ്. വലോ അസ്ഹഹ്തുഹു ലഅഫ്സദഹു ദാലിക. അവർക്കെങ്ങാനും ഞാൻ ആരോഗ്യം പ്രദാനം ചെയ്താൽ അതവരുടെ ഈമാനിനെ ബാധിക്കും, അത് ഈമാനിനെ ഫസാദിലാക്കും. وإن من عبادي من يطلب بابا من العبادة فأكفه عنه لكي لا يدخله العجب. എൻ്റെ അടിമകളിൽ ചിലർ ഇബാദത്തിന്റെ വിഷയവുമായി അന്വേഷിച്ചു നടക്കും, എന്നാൽ ആ ഇബാദത്ത് അവന് തടയപ്പെടും. കാരണം അവരിൽ അഹംഭാവം, പൊങ്ങച്ചം കടന്നുകൂടാതിരിക്കാൻ വേണ്ടി ഇബാദത്ത് അവനെ തൊട്ട് തടയപ്പെടും. ഇന്നി ഉദബ്ബിറു അംറ ഇബാദി ബിഇൽമി ബിമാ ഫീ ഖുലൂബിഹിം. എൻ്റെ അടിമകളുടെ ഹൃദയത്തെക്കുറിച്ചുള്ള, മനസ്സുള്ളതിനെക്കുറിച്ചുള്ള എൻ്റെ അറിവനുസരിച്ചാണ് എൻ്റെ അടിമയുടെ കാര്യം ഞാൻ നിയന്ത്രിക്കുന്നത്. ഇന്നി അലീമുൻ ഖബീർ. എനിക്കെല്ലാം അറിയാം, എല്ലാത്തിനെക്കുറിച്ചും എനിക്ക് വിവരമുണ്ട്. മനുഷ്യന് ദാരിദ്ര്യം ലഭിക്കുന്നതും അതുപോലെ സാമ്പത്തിക പുരോഗതി ഉണ്ടാകുന്നതും ആരോഗ്യമുണ്ടാകുന്നതും അനാരോഗ്യമുണ്ടാകുന്നതുമൊക്കെ അല്ലാഹുവിൻ്റെ പരീക്ഷണമാണ്. എല്ലാത്തിലും ഖൈറുണ്ട്. ഓരോരുത്തർക്കും എന്താണ് ഉത്തമമായിട്ടുള്ളത് അതാണ് ഓരോ വ്യക്തികൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. വഫഖന അല്ലാഹ്.